സ്കൂളിൽ പോയ പിള്ളേരൊക്കെ? ഓ എന്റെ അച്ഛാ, രാവിലത്തെ ഉള്ള ഒരു തിരക്ക് തന്നെയല്ലേ അത്. അതവിടെ എന്താ വിളിച്ചിട്ട് വിളിച്ചേ? ചുമ്മാ ഞാനൊരു വിളിച്ചാണോ? 2-3 തവണ വിളിച്ചിട്ട് എടുത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നി പിന്നെ ആ, പിള്ളേരൊക്കെ വീട്ടിൽ തിരക്കായിരിക്കും. അത് ആ സമയത്ത് എന്തായാലും നല്ല തിരക്കായിരിക്കും. ആയിരിക്കും ഞാൻ വിളിച്ചതേ. പിന്നെ നീ എന്നാ ഇങ്ങോട്ട് ഇറങ്ങുന്നേ? അങ്ങനെ അങ്ങോട്ട് വരേണ്ട അത്യാവശ്യം ഉണ്ടോ ഇപ്പൊ? ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചത്. നമ്മുടെ ഫാം ആണോ? ഹൗസ് ഇല്ലയോ, ആ ആ. അന്ന് ഞാൻ കൊണ്ട് കാണിച്ചില്ലേ? ഉം. ആ ഫാം ഹൗസ് ആകെപ്പാടെ മൊത്തം ഒന്ന് വൃത്തികേടായി കിടക്കുക. ജോലിക്കാരില്ലയോ? അവര് നാട്ടിൽ പോയെന്നേ. ഓ, അപ്പൊ അപ്പൊ നമുക്കതൊന്ന് എല്ലാം അലമ്പായി നമുക്കതൊന്ന് കിടക്കുമായിരിക്കും. അപ്പൊ നമുക്ക് അത്രയിടം വരെ പോയിട്ട് അവിടെ വരെ പോയിട്ടൊന്ന് അതൊന്ന് ജോലിക്കാരിപ്പോ എത്ര കുറെ ദിവസമായോ പോയിട്ട്? അല്ല, നാട്ടിൽ ജോലിക്കാരി പോയതാണോ? ജോലിക്കാര് വരാൻ 1 മാസമൊക്കെ എടുക്കുന്നേ. ഓ, അത്രയും 1 മാസം ലോങ്ങില്. എടുക്കും. ഉം ഉം. ഉം ഉം. അപ്പൊ നമുക്ക് അവിടെ വരെ പോയിട്ട് അത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം. ഇവിടെ നല്ല ഒത്തിരി. കാട് പിടിച്ച് കിടക്കുക. ആ, വരാന്നേ, ഞാൻ വരാം. ഒത്തിരി അതൊന്ന് കുനിഞ്ഞു നിന്നിട്ടൊക്കെ ഒത്തിരി നേരം ഒന്നും ചെയ്യാൻ നോക്കത്തില്ലെന്നേ. പൊരിഞ്ഞു നിന്നിട്ടൊന്നും ചെയ്യേണ്ടത്. പൊരിഞ്ഞു മടുക്കുമ്പോഴത്തേക്ക് നേരെ ഉം ഇന്നങ്ങ് ചെയ്താൽ മതി. അതൊക്കെ ഉം ഞാൻ നിന്നോട് പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ചെയ്യണോന്ന്. ഉം. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. നീ അങ്ങ് വന്നാ മതി. പിന്നെ മോളി പിള്ളേരെ ചേച്ചി കൂട്ടി വിളിച്ചില്ലയോ? വിളിച്ചാലും പിന്നെ സുഖമായിട്ടിരിക്കുന്നു. ആ, വിളിച്ചാലും ഇന്നലെ വിളിച്ചായിരുന്നു. പിന്നെ നീ വരുമ്പോ പിള്ളേരെ കൂട്ടിക്കോ. പിള്ളേരെ വീട്ടിലേക്ക് ഇരുത്തിയാൽ മതി. എന്നിട്ട് നമുക്ക് എന്റെ വണ്ടിയിൽ അങ്ങോട്ടങ്ങ് പോവാം. എന്നിട്ട് നാളെയാണോ വരണ്ടേ? നിന്റെ സൗകര്യം പോലെ. നിനക്ക് എന്താ വരാൻ പറ്റുന്നത്? നാളെ പിള്ളേർക്ക് അവധിയാ. ആണോ? ഉം. അപ്പോ പിള്ളേർക്ക് അവധിയാണെങ്കിൽ പിന്നെ അത് നാളെ തന്നെ ആ, തിരികെ പറ്റും. കൂട്ടിക്കോ. പിള്ളേര് സ്കൂളിൽ സമയം വരാൻ നോക്കത്തില്ല. അവൻ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വരും. ഒരു കാര്യം ചെയ്യും, അതുകൊണ്ടേ. നിങ്ങൾ ആ താഴെ സ്റ്റോപ്പിൽ എത്തുമ്പോഴേ എന്നെ ഉം ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങ് വരാം. എന്നിട്ട് ഉം വീട്ടിൽ ഉം കുറച്ചു നേരം ഇരുന്നിട്ട് പിള്ളേരൊക്കെ ഉം. ഒന്ന് കുറച്ചു നേരം ആ, പിള്ളേര് ചായ വീട്ടിൽ നിന്ന് കളിച്ചോട്ടെ. നമുക്ക് അങ്ങ് ചായയും പോവാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഉം പിള്ളേർ ഉം കളിക്കട്ടെ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അത് മാത്രമല്ല, നമ്മൾ വരുമ്പോ ഇച്ചിരി നേരത്തെ പോകണം. അല്ലെങ്കിൽ വരുമ്പോ ഇങ്ങ് ഒത്തിരി രാത്രിയാവും. ഉം ഉം ഉം. അത് മാത്രമല്ല, നമുക്ക് അവിടുത്തെ ആ റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം. കാറിലല്ലയോ പോന്നേ? ആ കാറിൽ പോവാം. അതാകുമ്പോ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് മാത്രമല്ല, അവിടെ ആ ഫാം ഹൗസ് ഇല്ല. ആ അവിടുത്തെ ഏരിയയിലൊന്നും കിച്ചണ് ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ അല്ലേ? ഒറ്റ മനുഷ്യരുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലമല്ലേ. ഉം ഉം. നമ്മുടെ ആ കിച്ചണും 2 റൂമൊക്കെ ഉണ്ട്. ബെഡ്റൂം ഉണ്ട്. അതൊക്കെ ഒന്ന് നീറ്റ് ആക്കണം. അപ്പൊ ആഹാ. നീയും കൂടെ ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്നെ കൂടെ നടക്കത്തില്ല. പണിക്കാരങ്ങ് പോയതുകൊണ്ട് ഉം. ഒറ്റയ്ക്ക് നടക്കൂല. അത് ഞാൻ പിന്നെ നിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അന്ന് നീ വന്നപ്പോ ഓ, കണ്ടില്ലേ? ഞാൻ ഓർമ്മയില്ലേ? വന്നേക്കാം. എത്തേക്ക്. അന്ന് വന്നപ്പോ ഓർമ്മയില്ലേ? നീറ്റാക്കിയത് ഓർമ്മയില്ല. അപ്പം അത് വീണ്ടും ഇത് മൊത്തം പൊടിയും ഇതൊക്കെ ആയി. ഉം. പണിക്കാർ പോയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. നിനക്ക് എന്തോ ഞാൻ കുനിയാനൊക്കെ വയ്യേ? ഒട്ടും വയ്യേ? ഓ, ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ല, ഒത്തിരി നേരം ഇങ്ങനെ പറ്റത്തില്ല. അല്ലാതെ ഒത്തിരി ചെയ്യാം. നേരം ഒത്തിരി അല്ലാതെ നേരം ചെയ്ത് നോക്കാം. നിനക്ക് ഇഷ്ടമുള്ള സമയം വരെ കുനിഞ്ഞ് നിൽക്കും. ഉം എന്നിട്ട് പിന്നെ നേരെ എന്നിട്ടങ്ങ് ചെയ്താൽ മതി. കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഉം സഹായിക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊന്നും നീ പേടിക്കണ്ട. ഉം ഉം. ഒന്ന് വന്നാ മതി. നിന്റെ കെട്ടിയവൻ എന്താ പറയുന്നത്? ഓ, എന്തോന്ന് പറയാ. ഉം. വിളിച്ചാൽ കുറച്ച് നേരത്തെ ആഹാ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ നാട്ടിൽ ഒറ്റയ്ക്കായില്ലേ. ഉം. അതെ അതെ. അതുകൊണ്ട് ആ ഇടയ്ക്ക് അങ്ങോട്ട് വരുന്നോണ്ടൊരു ആശ്വാസം ഉണ്ടാനും ഞാനും പറയാനൊക്കെ. അതെ അതെ. ഞാനും ഒറ്റയ്ക്കല്ലേ. അപ്പൊ നീ ഉം. വരുമ്പോ എനിക്കൊരു ആശ്വാസമാവും. അതെ, ഞാൻ അല്ല, നിന്നെ തന്നെ അച്ചായൻ വിളിച്ചു. ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസം. പിന്നെ അതില് ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. അല്ല, പണിക്കാര് പോയതും ഒരു കണക്കിന് നന്നായി. പിന്നെ വരാനൊ ഒക്കുന്നില്ലെന്നേ. പണിക്കാര് സമയം ഒട്ടും കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അല്ല, നീ അപ്പൊ അപ്പച്ചന് വയ്യാണ്ട് കിടക്കില്ല. നീ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് അത് 2 തവണ വന്ന് പിന്നെ വന്നില്ലല്ലോ. എന്ത് പറ്റി? ഓ, അവിടെ തിരക്കായിപ്പോ. സമയം പിള്ളേരൊക്കെ ഉം, ഇപ്പൊ അങ്ങനൊക്കെ തിരക്കാണ്. സൗകര്യം കിട്ടുമ്പം പിള്ളേരെ അവധി നോക്കി ഇങ്ങോട്ട് ഇറങ്ങും. ഞാൻ പിന്നെ അതൊക്കെ പാടെ മറന്നുപോയ പോലൊക്കെ. പിന്നെ അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴാണ് പിന്നെ ഓർക്കുന്നത് തന്നെ. ഞാൻ ഓർക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. ഞാൻ പിന്നെ ആദ്യം നമ്മുടെ ഇവിടുത്തെ താഴത്തെ അച്ഛൻ ഇടയ്ക്ക് വിളിച്ചിട്ട് വരാൻ പറ്റില്ലെങ്കിലും കോളില് അന്ന് നമുക്ക് അന്ന് വിളിച്ചിട്ട് ഓർമ്മയില്ലയോ? എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ നല്ലൊരു ഓർമ്മപ്പെടുത്തൽ. എനിക്ക് നല്ല ഒരു ആശ്വാസമല്ലേ.
ഞാൻ സത്യം പറയാൻ താഴത്തെ കൊച്ചേട്ടനെ വിളിക്കാനിരുന്ന പിന്നെ ഓർത്ത് കൊച്ചേട്ടനെ ഓ വിളിക്കട്ടെ, നിന്നെ തന്നെ നമുക്ക് വിളിക്കാം. അങ്ങോട്ട് ചെയ്യാന്നേ. നമ്മളാകുമ്പോ അതാകുമ്പോ ചെയ്യാം, ഒരുമിച്ചങ്ങ് ചെയ്യാം. ഉം, രാത്രി ആയാലും കുഴപ്പമില്ലല്ലോ. നീ പിള്ളേരെ കൂട്ടി പിറ്റേന്ന് അങ്ങ് പോയാൽ മതി, ഒത്തിരി ലേറ്റ് ആവുമാണ്. അത് മാത്രല്ല, നമുക്ക് ആ വീടും ഒന്ന് മൊത്തം നമ്മള് കാണാലോ. ഒരുമിച്ച് ചെയ്യുന്ന അത്രയും വരത്തില്ലല്ലോ മറ്റേ പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാ. അതാ പറഞ്ഞത്. അത് മാത്രല്ല, വീടേ മൊത്തത്തിൽ അങ്ങ് കാട് പിടിച്ച് അത് മൊത്തം ഒന്ന് ചെത്തി വെടിപ്പാക്കണം. ഉം, ഇവിടെ ഞാൻ എല്ലാ മാസവും വെടിപ്പാക്കാറുണ്ട്, അതുകൊണ്ട് നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഓ, നീറ്റാണോ? ആ, ഉം, അത് കാര്യേ, അത് കാര്യേ. എന്നാ നമുക്ക് ഇവിടുന്ന് ചെയ്യണം, നല്ലതായിട്ടൊന്ന് നീറ്റാക്കേണ്ടതുണ്ട്, ഉം. വൃത്തിയാക്കി എടുക്കണമെന്ന്. അപ്പൊ നീ ഉണ്ടായാലേ പറ്റൂ, നിനക്കത് അല്ല, ചെയ്യാൻ പറ്റും. നീറ്റാക്കിയല്ലേ പെരുമാറാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അവിടെ. അതാ പറഞ്ഞേ, അപ്പൊ നീ അത് നീറ്റാക്കണം, എന്നാലേ പറ്റൂ. അല്ലല്ലേ ഉം. പെരുമാറാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരും. അതാണ്. മൊത്തത്തെ കാട് കയറി കിടന്നു കഴിഞ്ഞാൽ പെരുമാറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മൊത്തത്തിൽ കാട് കയറിയിട്ട് ആകെ മൊത്തം ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉം, അങ്ങനെ ഉം, ശീലമില്ലല്ലോ, എപ്പോഴും ഉം, നീറ്റായിട്ടല്ലേ ഈ കിടക്കുന്നേ. ഉം, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വരുമ്പോ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഉം, ഞാൻ ഓർത്ത്, പറഞ്ഞില്ലേ ചേട്ടൻ വിളിച്ചു, പിന്നെ ഓർത്ത് എന്തിനാ വെറുതെ പുള്ളിയെ വിളിച്ച, ഒരു കാര്യമില്ല, വിളിച്ചിട്ട് ഓ ഒരു കാര്യമില്ല. അപ്പോഴാണ് നിന്നെ ഇങ്ങനെ ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ഓർത്തപ്പോഴത്തേക്ക് അതാണ് നിന്നെ തന്നെ വിളിക്കാന്ന് ഞാൻ വിചാരിച്ചത്. ഞാനൊരു 3 തവണ വിളിച്ചിട്ട് എടുത്തില്ല, അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എന്തോ പറ്റിയത്. 4ാമത്തെ തവണ നീ ഇപ്പൊ എടുത്തത്. വീട്ടില് ഒരു ചേച്ചി വരത്തില്ലായിരുന്നു, വരാറില്ലേ പോലെ? അവരൊന്നും വരത്തില്ലെന്നേ, അവരൊക്കെ പോയി, എന്നേ പോയി. ഉം, അവളുള്ളപ്പോ പിന്നെ തട്ടിമുട്ടിയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുമായിരുന്നു. ഒരു ഉം, ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവളുള്ളപ്പോ. അവളൂടെ ഉം. പോയപ്പോഴത്തേക്ക് ആകെ ബുദ്ധിമുട്ടായി. ഓ, അപ്പം നീയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും കൂടെ അങ്ങ് നമുക്ക് നികത്താം. ഉം, ഉം, ഉം. കുറെ അല്ല, എനിക്ക് ഇടയ്ക്ക് വന്ന് അവിടെ നിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റത്തില്ലല്ലോ, അതൊന്നും ഒക്കത്തില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ എല്ലാ ശനിയാഴ്ചകളിൽ ഇങ്ങോട്ട് വാ. അച്ഛൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വാ. അവിടെ പക്ഷെ പിന്നെ കാലത്തെ പിള്ളേരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഫ്രീ ആണ്. പിന്നെ വൈകിട്ട് പിള്ളേര് വരത്തുള്ളല്ലേ. അല്ല അവിടെ അതില്ലല്ലോ. നാളെ ഇപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അല്ല, ആദ്യം ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ ആദ്യം ഇത്രയിടം വരെ വാ. ഇവിടെ ഒരു ഞാൻ 10 നാളെ 15 വരാം. ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നാളെ ഞാൻ കാലത്ത് അങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങാം. ആ, വന്നോളാം. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാം. നാളെ പിള്ളേർക്ക് അവധിയുണ്ട്, ഇപ്പൊ പിള്ളേരെ കൂട്ടി ഇറങ്ങും. ഉം, ഉം. എന്നിട്ട് ഞാൻ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് വരാം, അടുത്ത ദിവസങ്ങളിലേ അങ്ങോട്ട് ഇറങ്ങാം. അച്ഛൻ വരുന്നു പറഞ്ഞിട്ട് അന്ന് വന്നിട്ടില്ലെന്നേ. എന്തോ തിരക്കാണെന്ന് എനിക്കറിയത്തില്ല. വരാം ഉറപ്പായിട്ട് വന്നിരിക്കും, ഉറപ്പായിട്ട് വരാം. നിന്റെ ആ വിഷമം ഞാനങ്ങ് മാറ്റിത്തരാം. എനിക്കാണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായി. പിന്നെ ഉം, കുറെ അച്ഛൻ ആയില്ലയോ ആന്നേ. അതിന്റെ ബുദ്ധിമുട്ടുണ്ടില്ലയോ? ഉം. ഓക്കെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ വിളിക്കുമ്പോഴാ ഒന്ന് ഓർക്കുന്ന തന്നെ അതിനെ കുറിച്ച്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഒരു കാര്യം ചെയ്യ്, ഉം, ഇപ്പൊ സമയം കളയണ്ട, നീ നാളെ കാലത്ത് തന്നെ തിരിക്കും.